എന്റെ മോനെ, നിങ്ങൾ ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു കിടു കല്യാണ ഫംഗ്ഷൻ നടക്കുകയാണ്. സിൽവർ സ്പൂൺ ഈവന്റ് മാനേജ്മെന്റിന്റെ ഫൗണ്ടറും ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറും ഡയമണ്ട് സ്പൂൺ പ്രീമിയം വെഡിംഗ് മാനേജ്മെന്റിന്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറുമായ ശ്രീ നിഷാദ് സാറിന്റെ മകന്റെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം ഈ കല്യാണത്തിന്റെ നല്ല കിടു കാഴ്ചകൾ. ഞാനൊരു സിനിമ ഒക്കെ കാണല്ലേ, വിജയുടെ ഒക്കെ പടം കാണുന്നത്, അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. ഒരു ഭയങ്കര കളർഫുള്ള്, അടിപൊളി അല്ലേ? അതിന് എൻട്രി എന്ന് ഡാൻസേഴ്സും പിന്നെ കുറെ ഒരു ഇതൊക്കെ ആയിട്ട് എല്ലാ ഡാൻസേഴ്സും ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു ഇവന്റ്. വളരെ വെൽക്കമിങ് ആയിരുന്നു. എൻട്രൻസ് തൊട്ട് ഇങ്ങോട്ട് ടോട്ടാലിറ്റിയിൽ മൊത്തത്തിൽ നല്ലൊരു, എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു, വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു. പിന്നെ സ്റ്റേജ് ആണെങ്കിലും നല്ല അറേഞ്ച്മെന്റ്സ് എല്ലാം നന്നായിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ട്. ഡെക്കറേഷൻ, ഫുഡ് കഴിച്ചു. ഫുഡ് നല്ലതാണ്, നാടൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും നാടൻ ഇഷ്ടപ്പെട്ടത്. അതെ. ഡയമണ്ട് സ്പൂൺ പ്രീമിയം വെഡിംഗ് മാനേജ്മെന്റ് ആണ് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാജകീയമായ പ്രൗഢിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വെഡിങ് ഈവന്റിന്റെ ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെ ആദ്യം വെൽക്കം ചെയ്യുന്നത് ഈ കമ്പനിയുടെ സർവീസ് സ്റ്റാഫുകളാണ്. അവരാകട്ടെ നല്ല അടിപൊളി നിരവധി സോഫ്റ്റ് ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും അതുപോലെ ഹോട്ട് ആണെങ്കിൽ അങ്ങനെ അത്തരം വിഭവങ്ങളുമായിട്ടാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. തൊട്ടടുത്തായി തന്നെ നിരവധി സ്നാക്സിന്റെ കൗണ്ടറുകളുണ്ട്. അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിറയെ സ്നാക്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബൗൺസേഴ്സ് ടീമിനെയാണ്. നമ്മുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ബൗൺസേഴ്സ് ടീമിനെ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ വെൽക്കം ചെയ്യാൻ പുഞ്ചിരിയോട് നിൽക്കുന്ന വെൽക്കം ഗേൾസിനെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സത്യത്തിൽ മറ്റൊരു ലോകത്തേക്ക് ചെന്നെത്തുന്ന ഫീലാണ്. അത്രയേറെ കളർഫുള്ളും വേറൊരു വൈബാണ് കേട്ടോ. അവിടുത്തെ സ്റ്റേജിനെ കുറിച്ച് പറയേ വേണ്ട, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിക്കപ്പുറമുള്ള വൈബാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കല്യാണപൂരം കൊഴിപ്പിക്കാനുള്ള കലാകാരന്മാരുടെ തിരക്കിലാണ്. അതിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, വരപ്പുണ്ട്, മാജിക് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, അങ്ങനെ നിറയെ വിഭവങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പോഴേക്കും ചീഫ് ഗസ്റ്റുകളൊക്കെ എത്തി തുടങ്ങി. എത്തിക്കഴിഞ്ഞു ഇന്നത്തെ ഫംഗ്ഷന്റെ മുഖ്യ അതിഥികളായ മണവാളനും മണവാട്ടിയും. പിന്നെ പറയണ പൂരം, പൊടി പൂരമല്ലേ പിന്നെ അങ്ങോട്ട്. അവർ വന്ന് ഇറങ്ങിയ ഉടനെ ആദ്യം തന്നെ അവരെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം തുടങ്ങുന്നു പാട്ടും ഡാൻസും. ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ ഒരു കിടിലം വൈബാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ഒരു ഈവന്റ് മാനേജ്മെന്റ്.
അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ഫുഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തിനടുത്ത് തന്നെ ലൈവ് പ്രിപ്പറേഷനാണ്. അത് ചിക്കനും മട്ടനും പൊറോട്ടയും അപ്പവും അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ലൈവായിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറാം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വിശാലമായ ഒരുക്കിയിരിക്കുന്ന, അതായത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ റൗണ്ടിലും ഫുഡ് കൗണ്ടറുകളാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പ്രയാസപ്പെടേണ്ടി വരുന്ന അത്രയേറെ വിഭവങ്ങൾ ചിക്കനിലും മട്ടനിലും ബീഫിലും മീനിലും അങ്ങനെ അനവധി വിഭവങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ തീർന്നില്ല കേട്ടോ. അടുത്ത ഡെസേർട്ട്, അവിടെ ഐസ്ക്രീം ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പോപ്കോൺ ഉണ്ട്, അങ്ങനെ നിരവധി ഐറ്റംസുകളും ഡിസേർട്ടായിട്ടും ഒരുക്കി വെച്ചിരിക്കുന്നു. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു മാരേജ് ഫംഗ്ഷൻ, ഇത്രയും രീതിയിലുള്ള രാജകീയമായ പ്രൗഢിയിലുള്ള മാരേജ് ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. എങ്ങനെയുണ്ട് ബ്രോ ഇവിടുത്തെ കാഴ്ചകൾ, ഫുഡ്, ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു സിനിമ ഒക്കെ കാണല്ലോ, വിജയുടെ ഒക്കെ പടം കാണുന്നത്, അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. ഒരു ഭയങ്കര കളർഫുള്ള്, അടിപൊളി അല്ലേ? അതിന് എൻട്രി ചെയ്യുന്ന ഡാൻസേഴ്സും പിന്നെ കുറെ ഒരു ഇതൊക്കെ ആയിട്ട് എല്ലാ ഡാൻസേഴ്സും ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു ഇവന്റ് അതേപോലെ ഫീൽ ചെയ്യുന്നു. അതേ ഫീൽ ചെയ്ത് സൂപ്പറാണ്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിക്കാൻ പോണേ ഞാനും ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. അതുകൊണ്ട് ആദ്യം കഴിക്കുന്നത് ഒന്നും എല്ലാരെയും കഴിപ്പിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സാധനങ്ങൾ നോട്ട് ഇട്ടിട്ടുണ്ട് അവിടെ, മീനും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഈ അടുത്ത് കൂടിയതിൽ ഏറ്റവും നല്ല കല്യാണം, ഏറ്റവും നല്ല ഇവന്റ്. തീർച്ചയായും എല്ലാവരും പറയുമെന്ന് അറിയോ, ആഹാരം കണ്ട് തീർക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. വിഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതെ, ഭയങ്കര വിഭവങ്ങളാണ്. പിന്നെ വിഭവങ്ങള് അപ്പുറം തന്നെ നിങ്ങളുടെ ഈവന്റ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ട് നടന്ന് തീർക്കാൻ പറ്റില്ല. രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ഇവന്റാ, വളരെ സൂപ്പർ. ഞാൻ ഡോക്ടർ അനസ്. എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ഫുഡും അതുപോലെ തന്നെ സെറ്റിംഗ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു? വളരെ വെൽക്കമിങ് ആയിരുന്നു. എൻട്രൻസ് തൊട്ട് ഇങ്ങോട്ട് ടോട്ടാലിറ്റിയിൽ മൊത്തത്തിൽ നല്ലൊരു, എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു, അടിപൊളി, വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു. പിന്നെ സ്റ്റേജ് ആണെങ്കിലും നല്ല അറേഞ്ച്മെന്റ്സ് എല്ലാം നന്നായിട്ടുണ്ട്, പ്രോഗ്രാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോയിങ് ഓൺ പ്രോഗ്രാം ഫംഗ്ഷൻ ഫുഡ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒന്നും പറയാലോ അതേക്കുറിച്ച്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം പറഞ്ഞാല് ഒരു തട്ടുകട സെറ്റപ്പില് പാൽ കപ്പ് വെച്ചിട്ടുണ്ട്, അതാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അടിപൊളി, ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ റൈസ് വളരെ സൂത്തിങ് ആയിരുന്നു. അതർ സൈഡ് മറ്റേ ഒരു മട്ടൻ ബിരിയാണി, മട്ടൻ റൈസ്, ആ റൈസ് നല്ലതായിരുന്നു. ഇങ്ങോട്ട് മന്തി റൈസ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് മോർ ബെറ്റർ. രണ്ടും ഓക്കെയാണ്, ഈക്വലി ഗുഡ് ആണ്. അതുപോലെ കുട്ടികളെല്ലാം നല്ല എൻജോയ് ചെയ്യുന്നത്, കാരണം ക്യാൻഡീസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾ മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കാരിക്കേച്ചർ അവിടെ ചെയ്യുന്നുണ്ട്, പിന്നെ മജീഷ്യൻ ഇടയിലുണ്ട് തോന്നുന്നു. ഓവറോൾ ഒരു എന്റർടൈൻമെന്റ് ഒരു കാർണിവൽ പ്രതീതി തന്നെ ഉണ്ടായിരുന്നു. ഷെറിൻ, വിനിത. എങ്ങനെയുണ്ട് ഇവരുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ട്. ഡെക്കറേഷൻ, ഫുഡ് കഴിച്ചു. ഫുഡ് നല്ലതാണ്. നാടൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും നാടൻ ഇഷ്ടപ്പെട്ടത്? അതെ, അല്ല എല്ലാം നല്ലതാണ്, ബട്ട് നാടൻ വാസ് ഗുഡ്. പിന്നെ ഇവരുടെ എല്ലാം അറേഞ്ച്മെന്റ്സ് ആൻഡ് ഡെക്കോർ, സ്റ്റേജ് ഡെക്കറേഷൻ വാസ് സൂപ്പർ. ഒന്നും പറയാനില്ല. ദി അറേഞ്ച്മെന്റ്സ് ആൻഡ്
എവറിങ് ഇസ് റിയലി നൈസ്. ഡെഫിനറ്റ്ലി നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹാവ് അറ്റൻഡഡ്. റിയലി ആഹാ സൂപ്പർ. Yeah. എങ്ങനെയുണ്ടായിരുന്നു? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പാൽക്കപ്പ നാടൻ ഫുഡൊക്കെ നല്ലതായിരുന്നു. എല്ലാ ഐറ്റംസുകളും എനിക്ക് തോന്നുന്നു കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഇത്രയേറെ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. നൂറുകണക്കിന് ഐറ്റംസ്. അതെ അതെ നല്ല നല്ല പരിപാടിയായിരുന്നു. എല്ലാരും കൊണ്ടും സൂപ്പർ ആയിരുന്നു. ഇവരെ ഈവന്റ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അടിപൊളി പ്രോഗ്രാം. ഓക്കെ, ഭക്ഷണമൊക്കെ നല്ല സൂപ്പർ. ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഏതാ കഴിച്ചത്? എല്ലാ ഐറ്റം കഴിച്ചു. എല്ലാ ഐറ്റം കുറേശ്ശെ കഴിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയാനോ പ്രത്യേകിച്ച് ഒന്നും ചിക്കനാണോ പറയാനോ. മട്ടനാണോ? ചിക്കനൊക്കെ ഉഷാറായി. ചിക്കനും മട്ടനൊക്കെ ഉഷാറായി. എല്ലാം ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഇവരുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഈ ഒരു ഇവന്റ്സിന്റെ? നല്ല അടിപൊളി സൂപ്പറാണ്. ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ ഏത് food ആ ഇഷ്ടപ്പെട്ടെ? ഫുഡ് നോൺ വെജ് ആണോ വെജ് ആണോ? നോൺ വെജ് നോൺ വെജ് ആണ് കഴിച്ചത്. മട്ടൺ ആണ് കഴിച്ചത്. ഇവിടെ എവറിത്തിങ് എങ്ങനെയുണ്ട്? മീൻസ് മൊത്തത്തിൽ അടിപൊളിയാണ്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. വളരെ ഓക്കെ, ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫുഡ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും കാഴ്ചകളാണെങ്കിലും എങ്ങനെയുണ്ട്? ഗുഡ്, വെരി ഗുഡ്. അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കും ഇതുപോലെ രാജകീയ പ്രൗഢിയിൽ ഇത്രയേറെ വൈബിൽ ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന ഡയമണ്ട് സ്പൂൺ പ്രീമിയം വെഡിംഗ് മാനേജ്മെന്റിലേക്ക്.